want to talk about the call of a father. പിതാക്കന്മാർക്കുള്ള വിളിയെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Father's calling. ആമേൻ. ഒരു പിതാവിനുള്ള വിളി. Many of our fathers are resting in the Lord. നമ്മുടെ അനേകരുടെ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. Some of our fathers are sick. നമ്മളിൽ ചിലരുടെ പിതാക്കന്മാര് രോഗത്തിലായിരിക്കുന്നു. Some of them they have grown old. ആമേൻ. മറ്റു ചിലർ വാർദ്ധക്യത്തിലായിരിക്കുന്നു. Some of you are fathers here. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന പലരും പിതാക്കന്മാരാണ്. Some of your future fathers. ആമേൻ. മറ്റു ചിലർ ഇനിയും വരാൻ പോകുന്ന പിതാക്കന്മാരായിരിക്കുന്നു. You may have good experiences with father, bad experiences with father. നിങ്ങളുടെ പിതാവുമായിട്ട് നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളായിരിക്കാം, അല്ല മോശപ്പെട്ട അനുഭവങ്ങളുമായിരിക്കാം. But I want to let you know. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. It is always good to take a day and talk about this. ആമേൻ. എപ്പോഴും ഒരു ദിവസം എടുത്ത് ഇതിനെക്കുറിച്ച് അല്പം ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. I'm not a big fan of all these days. ഇപ്രകാരമുള്ള ദിവസത്തിന് വലിയ ഫാൻ ഒന്നുമല്ല ഞാൻ. But I would definitely take an opportunity to share the word which may be a blessing. പക്ഷേ ഇപ്രകാരമുള്ള ദിവസങ്ങൾ ഒരു നല്ല അവസരം എന്ന് എണ്ണി ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Amen. ആമേൻ. So fatherhood is not just a biological rule. ആമേൻ. ഒരു രക്തബന്ധം മാത്രമല്ല ഒരു പിതാവിന്റെ ഓരോ റോൾസും. But fathers have spiritual assignments. പക്ഷേ ആത്മീയമായ ദൗത്യങ്ങൾ കൂടി പിതാക്കന്മാർക്കുണ്ട്. A father is not just called to provide food, shelter and protection. ഭവനവും ആഹാരവും വസ്ത്രവും കൊടുക്കുന്ന കടമ മാത്രമല്ല പിതാവിനുള്ളത്. But father is also called to give covering, direction and spiritual prayers. സംരക്ഷണയും നയിക്കുവാനും ആത്മീയമായ പ്രാർത്ഥനയും കൊടുക്കേണ്ട ഒരു ദൗത്യം കൂടി പിതാവിനുണ്ട്. Fathers have a bigger role in putting the things into example and be a role model too. ആമേൻ. മറ്റുള്ളവർക്ക് അല്ല സ്വന്തം ഭവനത്തിന് ഒരു നല്ല ഒരു മാതൃകയായിരിക്കുവാൻ പിതാക്കന്മാർക്ക് ഒരു ദൗത്യമുണ്ട്. Right? When I was speaking on the Mother's Day, ഞാൻ മാതൃദിനത്തിൽ സംസാരിച്ചപ്പോൾ there were fathers who told me, Pastor, we are mostly forgotten, so make sure that you don't forget for us when you preach on Father's Day. മാതൃദിനത്തിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പിതാക്കന്മാർ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളെയൊക്കെ മറന്നുപോയി കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഫാദേഴ്സ് ഡേക്ക് ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രസംഗിക്കണം. We all give a very special attention on Mother's Day. ആമേൻ. മാതൃദിനത്തിൽ നാം അവർക്ക് പ്രത്യേകമായ അംഗീകാരം കൊടുക്കാറുണ്ട്. So even though it was a church series, I thought now that will be very much like injustice to the fathers, so I posed for this one week. ആമേൻ. നാം സഭയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിലും പിതാക്കന്മാരോട് കാണിക്കുന്ന അനീതിയായിരിക്കും, അതുകൊണ്ട് ഞാൻ അത് നിർത്തിവെച്ചിട്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. But something that the Spirit of the Lord reminded me, I just want to share with you. ആത്മാവ് എന്നെ ഓർമ്മിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And most of you are well aware of what I'm going to talk. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന വസ്തുതകൾ കൂടിയാണ്. But just as a pastor, I just want to remind you. പക്ഷേ ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. Bible starts with a family. വചനത്തിൽ നാം തുടക്കം മുതലേ ഒരു കുടുംബം കണ്ടുകൊണ്ടാണ് ആരംഭിക്കുന്നത്. And Bible ends with family. വചനം അവസാനിക്കുന്നതും ഒരു കുടുംബമായിട്ട്. So family is a major thing in God's thought process. അതുകൊണ്ട് ദൈവത്തിന്റെ ചിന്തയിൽ കുടുംബം അത് വളരെ ശ്രേഷ്ഠമേറിയതാണ്. So in the book of Genesis chapter 2, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം, God established the first family. ദൈവം ആദ്യത്തെ കുടുംബത്തെ ഭൂമിയിലാക്കുവാനിടയായി. Okay, Adam and Eve were joined together by God. ദൈവത്താലാണ് ആദാമും ഹവ്വയും കൂട്ടിച്ചേർത്തത്. Now listen this very carefully. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇത് കേൾക്കണം. There was no sin. അവിടെ പാപമില്ലായിരുന്നു. There was no past wounds. ആമേൻ. കഴിഞ്ഞുപോയ ഓരോ മുറിവുകളൊന്നുമില്ലായിരുന്നു. There was no family drama. ആമേൻ. അവിടെ കുടുംബത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. There was no financial pressure. അവിടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. There was no outside influence. ആമേൻ. പുറത്തുനിന്ന് ആരും ഉപദ്രവിക്കാനും വന്നിട്ടില്ല. But in Genesis chapter 2 we celebrate the beginning of the family. കുടുംബജീവിതത്തിന്റെ ആരംഭം 2-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം നാം അവിടെ ആഘോഷിക്കുകയാണ്. And when you read chapter 2, we are very happy of seeing a family. 2-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു കുടുംബജീവിതം ഉടലെടുക്കുന്ന കണ്ട് നമുക്കും വളരെ സന്തോഷമാണ്. But right in chapter 3, the next verse, പക്ഷേ 3-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ, the first verse, ആരംഭിക്കുന്ന ആദ്യത്തെ അധ്യായത്തിൽ തന്നെ, but now there was a serpent. ആമേൻ. അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു. So what I'm trying to tell you is this. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്,
there is always an attack on family. എപ്പോഴും കുടുംബജീവിതത്തിന് എതിരെ പോരാട്ടമുണ്ട്. So, if we look into the very first thing is there is a spiritual attack that we can see in every family. എല്ലാ കുടുംബജീവിതത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാമത്തെ വസ്തുതയാണ് എല്ലാ കുടുംബജീവിതത്തിലും ഒരു ആത്മീക പോരാട്ടമുണ്ട്. Let's look onto that chapter 3 verse 1. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Can we read it together? ചേർന്ന് നമുക്കൊന്ന് ഉച്ചത്തിൽ വായിക്കുവാൻ കഴിയുമോ? I tried to put it little more up over there so that you can read it. Now read. Now the serpent was more crafty than any of the wild animals the Lord God has made. He said to woman, did God really say you must not eat from any tree in the garden? The woman said to the serpent, we may eat fruit from the trees in the garden, but God did say, you must not eat fruit from the tree that is in the middle of the garden, and you must not touch it, or you will die. The next verse. Serpent is saying, you will not certainly die, the serpent said to the woman. For God knows that when you eat from it, your eyes will be opened, and you will be like God, knowing good and evil. When the woman saw that the fruit of the tree was good for food and pleasing to the eyes, and also desirable for gaining wisdom, she took some and ate it. She also gave some to her husband who was with her, and he ate it. Always remember, family is God's gift. കുടുംബജീവിതം ദൈവത്തിന്റെ ദാനമാണ്. In chapter 2, God framed this family. 2-ാം അധ്യായത്തിൽ ദൈവമാണ് ഈ കുടുംബജീവിതത്തെ ആരംഭിപ്പിക്കുന്നത്. Everything looks good. എല്ലാം നല്ലതാണ്. Think about a family who live in a garden. ഒരു തോട്ടത്തിൽ താമസിക്കുന്ന ഒരു കുടുംബത്തെ നിങ്ങളൊന്ന് A ശ്രദ്ധിക്കുക. garden that is called Garden of Eden. ഏദൻ തോട്ടം എന്ന് പറയുന്ന ഒരു തോട്ടം. A garden where you don't have to do anything. മറ്റൊന്നും അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. Your breakfast is ready. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഒരുക്കി Your വെച്ചിട്ടുണ്ട്. lunch is ready. ലഞ്ച് ഒരുക്കി വെച്ചിട്ടുണ്ട്. Your dinner is ready. ഡിന്നറും റെഡിയാണ്. Only what you are doing is walking around. അമ്മേ നാം ചുറ്റും ഒന്ന് നടന്ന മാത്രം മതി. Like a very joyful life. അമ്മേ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം. Husband, wife, la la la, going well. ഭാര്യയും ഭർത്താവും അവരുടെ സന്തോഷത്തോടെ അവർക്ക് ചുറ്റും നടന്നാൽ മതി. Think about ladies, if that would be the case. You don't have to cook, you don't have to do anything. It would be better, right? And men, we don't have to go all day work and just be in the garden. അമ്മേ സഹോദരിമാരും ചിന്തിച്ചു നോക്കിയേ, ഒന്നും പാചകം ചെയ്യേണ്ട ആവശ്യമില്ല, സുഖമായിട്ട് ജീവിക്കാം. ഭർത്താക്കന്മാരെ നിങ്ങളും ചിന്തിച്ചു നോക്കിയേ, ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. Family was good. ആ കുടുംബജീവിതം വളരെ നല്ലതായിരുന്നു. But the very first thing that Bible talks is this: there was an attack against the family. പക്ഷേ വചനം ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത ഏതാണ്? ആ കുടുംബജീവിതത്തോട് ഒരു പൈശാചിക പോരാട്ടമുണ്ടായിരുന്നു. But what is more speculative is this: പക്ഷേ ഇവിടെ ആശ്ചര്യപ്പെടുന്ന സംഭവം ഇതാണ്. where was this serpent when Adam was all alone? ആദാം ഒറ്റയ്ക്കിരുന്നപ്പോൾ ഈ പാമ്പ് എവിടെയായിരുന്നു? Because Adam was alone. ആദാം ഒറ്റയ്ക്കായിരുന്നു. He was for few days and months and years in that garden. ആമേൻ. ചില ദിവസങ്ങൾ, മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ ആ തോട്ടത്തിൽ ആദാം ഒറ്റയ്ക്കായിരുന്നു. He was happy, bubbly. ആദാം ഒറ്റയ്ക്ക് സന്തോഷത്തിലായിരുന്നു. I mean, he didn't feel anything, right? ആമേൻ. മറ്റൊന്നും ചിന്തിക്കേണ്ട Just ആവശ്യമില്ല. think about that. Where was that serpent? ആ പാമ്പ് ആ സമയത്ത് എവിടെയായിരുന്നു? Serpent was there, but he didn't come to Adam. ആമേൻ. ആ പാമ്പ് അപ്പോഴും അവിടെ ഉണ്ട്, പക്ഷെ ആദാമിന്റെ അടുത്തേക്ക് വന്നില്ല. What was he doing? ആമേൻ. എന്തായിരുന്നു ഈ പാമ്പ് ചെയ്തുകൊണ്ടിരുന്നത്? And Adam was in la 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 world. ആമേൻ. ആദാം വളരെ സന്തോഷത്തിൽ ആ തോട്ടത്തിലായിരുന്നു. I mean, eating good fruits and healthy, walking around. Morning God comes and evening God comes, and he have good time of entertainment and everything. But no serpent. ആമേൻ. അവിടെ ഫ്രൂട്ട്സും കഴിച്ച നല്ല ആരോഗ്യത്തോടെ ദൈവത്തോടൊപ്പം തോട്ടത്തിലായിരുന്നു, പക്ഷെ ആ പാമ്പ് വന്നില്ല. But then God thought, man, this is not good for a man to be alone. അപ്പോൾ ദൈവം ചിന്തിച്ചു, മനുഷ്യൻ ഏകനായി
ഇങ്ങനെ ആയിരിക്കുന്നത് നല്ലതല്ല. So God thought, let's add something. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ദൈവം ചിന്തിച്ചു. Out of Adam, he made Eve. ആദാമിൽ നിന്ന് ഹവ്വയെ Now ഉണ്ടാക്കുവാനിടയായി. God said, now you are family. ആമേൻ. ഇപ്പോൾ നിങ്ങൾ ഒരു കുടുംബമാണെന്ന് Now പറഞ്ഞു. family drama started. എപ്പോഴാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയത്? They were very happy. വളരെ സന്തോഷത്തിലാണ്. You know, Adam understood very soon. ആദാമിനെ അധികം താമസിക്കാതെ മനസ്സിലായി, It's better to be taking care of wife. ആമേൻ, ഭാര്യയെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. So both were in a good mood. അവർ രണ്ടുപേരും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുകയായിരുന്നു. What I'm trying to tell you is that soon after the marriage was formed, ഈ വിവാഹം നടന്നതിന് ശേഷം ഉടനെ തന്നെ serpent appeared. ഇതാ പാമ്പ് വെളിപ്പെടുകയാണ്. And I'm asking you the question. ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. The serpent appeared and started enticing. ആമേൻ. പാമ്പ് വന്ന് ഇവിടെ അവരെ എൻറ്റൈസ് ചെയ്യുവാനിടയായി. What was the reason? എന്തായിരുന്നു ആ വശീകരണത്തിന് പിന്നിലുള്ള Have you ഉദ്ദേശം? ever thought why serpent did not show up when Adam was all alone? ആദാം ഒറ്റയ്ക്കായിരുന്നപ്പോൾ പാമ്പ് എന്തുകൊണ്ട് വന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? It's not that serpent was enticed or serpent was attracted towards Eve. ആമേൻ. ഹവ്വയെ കണ്ട് അട്രാക്റ്റഡ് ആയതുകൊണ്ടല്ല ഹവ്വയുടെ അടുത്ത് വന്നത്. It was not because they were fighting. ആമേൻ. അവർ അന്യോന്യം വഴക്കിട്ടതുകൊണ്ടുമല്ല. It's not because they sinned. ആമേൻ. അവർ പാപം ചെയ്തുകൊണ്ടല്ല. It's not because there was some fault. എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടല്ല. But only because ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. Satan understood something important has happened here. ആമേൻ. ഇവിടെ എന്തോ പ്രത്യേകത നടന്നു എന്ന് പിശാചിന് God മനസ്സിലാകുന്നു. has established a family and family is important. ആമേൻ. ദൈവം ഒരു കുടുംബത്തെ ഇവിടെ രൂപീകരിക്കുവാനിടയായി അതിൽ പ്രാധാന്യമുണ്ടെന്ന് സർപ്പത്തിന് മനസ്സിലായി. Right after marriage and right after the family introduction, serpent appeared. ആമേൻ. ആ വിവാഹം നടന്ന ഉടനെ തന്നെ ആ കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ ആ സർപ്പം വെളിപ്പെടുവാനിടയായി. This tells that ഇത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് there is an enemy who don't want families to survive. ആമേൻ. കുടുംബജീവിതം മുമ്പോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ശത്രുവുണ്ട്. And God's word is showing us this. ഇന്ന് വചനം ഇത് തന്നെയാണ് നമ്മളെ കാണിക്കുന്നത്. Enemy is trying to weaken your marriage life. നമ്മുടെ വിവാഹ ബന്ധം തളർത്തിക്കളയുവാൻ ശത്രു ശ്രമിക്കും. Enemy is trying to confuse your children. നമ്മുടെ കുഞ്ഞുങ്ങളെ കൺഫ്യൂസ് ആക്കുവാൻ ശത്രു ശ്രമിക്കും. Enemy is trying to silence the fathers. നമ്മെ പിതാക്കന്മാരെ മൗനതയിലാക്കുവാൻ ശത്രു ശ്രമിക്കും. Enemy wants to divide the family. കുടുംബത്തെ ഛിന്നഭിന്നമാക്കുവാൻ ശത്രു ശ്രമിക്കും. Enemy want to remove prayers from family. കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥന എടുത്തു കളയുവാൻ ശത്രു ശ്രമിക്കും. And enemy want to throw away the spiritual coverings. ആമേൻ. ആത്മീകമായ സംരക്ഷണത എടുത്തു കളയുവാൻ ശത്രു ശ്രമിക്കും. But I want to let you know, പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, no matter what enemy does, ശത്രു എന്ത് തന്നെ ചെയ്താലും if God has instituted the family, ദൈവമാണ് കുടുംബ ജീവിതം ആരംഭിച്ചത്. God will take care of the family. അതിനെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം But there are മതിയായവനാണ്. few responsibilities that we need to understand. നാം മനസ്സിലാക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. Always remember, as Joshua said, യോശുവ പറഞ്ഞത് എപ്പോഴും we നാം need ഓർക്കണം. some fathers to step up. ആമേൻ. ചില പിതാക്കന്മാരെ എഴുന്നേൽക്കുന്നത് ആവശ്യമാണ്. As Joshua said, for me and my family, we will serve the Lord. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. Can I get some good amen over ഇന്ന് here? എത്ര പേർക്ക് ആമേൻ എന്ന് പറയുവാൻ കഴിയും? Always remember, the family is always under attack. ആമേൻ. എപ്പോഴും ഓർക്കുക, കുടുംബജീവിതത്തിന് നേരെ എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. And I will tell you that spiritual attacks is, I will tell you, more than a woman. The men are responsible for this. ആമേൻ. ഒരു സ്ത്രീക്ക് വരുന്നതിനെക്കാട്ടിലും അധികമാണ് ഒരു പുരുഷൻ ഈ ആത്മീക പോരാട്ടം നേരിടുന്നത്. Whether you believe it or not. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. And I will tell you what's the reason behind it. അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. That spiritual attacks takes me to the second point. ആ ആത്മീക പോരാട്ടത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ടാമത്തെ വസ്തുത ഞാൻ പറയട്ടെ. We are doing an expository here. ആമേൻ. ഇവിടെ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് നാം പഠിക്കുകയാണ്. The silence creates spiritual vulnerability. മൗനത ആത്മീക ദൗർബല്യം വരുത്തുവാനിടയാകും. Now listen this, when Satan came into the garden, ആമേൻ. ഈ സർപ്പം ഈ തോട്ടത്തിൽ വന്നു. Satan is speaking to Eve. ഇതാ ഹവ്വയുമായിട്ട് ഈ പാമ്പ് സംസാരിക്കുകയാണ്. Adam is not there. ആദാം അവിടില്ല. He will speak only when two of them are not together. ആമേൻ. രണ്ടുപേരും ഒരുമിച്ച് അല്ലാത്തപ്പോൾ മാത്രമേ This സംസാരിക്കാറുള്ളൂ. also gives us spiritual insight. ഇത് ചില ആത്മീയ ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകി തരുന്നതാണ്. When husband and wife are not together
in one term. ആമേൻ. ഭാര്യയും ഭർത്താവും ഒരേ ചിന്താഗതിയിൽ മുന്നോട്ട് പോകുന്നില്ലാത്തപ്പോൾ, When husband and wife don't stay together, ഭാര്യയും ഭർത്താവും ഒരുമിച്ചല്ലാത്തപ്പോൾ, when you are mentally you are away, മാനസികമായി നിങ്ങൾ അകൽച്ചയുള്ളപ്പോൾ, when mentally and physically you are far away, മാനസികമായും ശാരീരികമായും അകൽച്ചയുള്ളപ്പോൾ, expect Satan to work. അപ്പോൾ തന്നെ പിശാച് അതിൽ പ്രവർത്തിക്കുമെന്ന് ഓർക്കുക. Okay? Amen. Remember this. This is the basics of Christian family life. ഇത് ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. Bible says serpent came when Eve was all alone there. ഹൗവ ഏകയായിരുന്നപ്പോഴാണ് ആ പാമ്പ് ശത്രു And വരുവാനിടയായത്. you know the story about the dialogues what happened. അവർ അന്യോന്യം സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് നന്നായി അറിയാം. But I want to let you know, പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. in this matter, ഈ ഒരു വിഷയത്തിൽ when Eve, Genesis 3:6 says, ഉൽപ്പത്തി പുസ്തകം 3:6 ഇപ്രകാരം നാം വായിക്കുന്നു. that last one, what is that underlined one? She also gave some to her husband who was with her, and he ate it. So finally she ate, ആമേൻ. ഹൗവ കഴിച്ചു. and she bought something. That's the love ആമേൻ. for the husband. അത് ഭർത്താവിനോടുള്ള സ്നേഹം കാണിക്കുകയാണ്. And she gave to the husband. ഭർത്താവിനും കൊടുക്കുവാനിടയായി. But the problem that we could see here is this: ഇവിടെ കാണുന്ന പ്രശ്നം ഇതാണ്. the silence of the man in the midst of problem that created the vulnerability there. ആമേൻ. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ആ കുടുംബജീവിതത്തിൽ വന്ന പ്രശ്നത്തിൽ ആ പുരുഷൻ മൗനമായിരുന്നതാണ് അവിടെ ഒരു ദൗർബല്യം ഉള്ളെടുക്കുവാനിടയായത്. The husband was there physically, അവിടെ ഭർത്താവ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്നു. but the husband was not there spiritually. പക്ഷേ അവിടെ ആത്മീകമായി താൻ അവിടെ ഇല്ലായിരുന്നു. You know, one of the greatest danger of our families, കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ ഡേഞ്ചർ ഇതാണ്. you know, father can be he can pay all the bills of the house, ഭവനത്തിൽ വരുന്ന എല്ലാ ബില്ലുകളും പിതാവ് അടച്ചു തീർക്കുമായിരിക്കും. but if you don't do the spiritual leadership, you are in danger. ആത്മീകമായുള്ള നേതൃത്വം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്തില്ലെങ്കിൽ അത് വളരെ ഭയാനകമാണ്. You can provide, നിങ്ങൾക്ക് ഒരുപാട് കൊടുക്കുവാൻ കഴിയും. but if you don't pray, that is a danger. പക്ഷെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവിടെ ഒരു ഭയാനകമാണ്. You can fill them with finances, ഒരുപാട് ധനം കൊണ്ട് നിറയ്ക്കാം. but if you are not there spiritually, that's a danger. പക്ഷേ അവിടെ ആത്മീകമായി നിങ്ങൾ ഇല്ലെങ്കിൽ അത് ഡേഞ്ചർ ആണ്. I want to break two important things here. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകൾ There കൊണ്ടുവരട്ടെ. is a sin of commission, and then there is a sin of omission. നിയമനത്തിന്റെ ഒരു പാപവുമുണ്ട്, വിട്ടുകളഞ്ഞതിന്റെ ഒരു പാപവുമുണ്ട്. So sin of Eve was commission. ആമേൻ. നിയമനത്തിന്റെ ഒരു പാപമാണ് ഹൗവ ചെയ്തത്. She did what God said not to do. That's commission. ആ നിയമനത്തിന്റെ ഒരു പാപമാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ വസ്തുത ഹൗവ ചെയ്യുവാനിടയായി. But sin of Adam പക്ഷേ ആദാം ചെയ്ത പാപം is a sin of omission. അത് ഉപേക്ഷിച്ച ഒരു പാപം. Always remember there are two kinds of sins. ഇപ്രകാരമുള്ള രണ്ട് പാപം എപ്പോഴും ഉണ്ട്. Sin of commission നിയമനത്തിന്റെ പാപവും and sin of omission. ഉപേക്ഷിച്ചത് പാപം. When you don't do what you ought to do, that is sin of commission. ആമേൻ. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് നിയമനത്തിന്റെ പാപമാണ്. But when you don't do what you should have done, that is sin of omission. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അതാണ് ഉപേക്ഷിച്ച് വിചാരിച്ച പാപം. The biggest failure of fathers are not the sin of commission, the sin of omission. പിതാക്കന്മാരിൽ കൂടി വരുന്ന ഏറ്റവും വലിയ തെറ്റ് ഇപ്രകാരമാണ്, അത് നിയമനത്തിന്റെ പാപമല്ല, ഉപേക്ഷിച്ചതിന്റെ പാപമാണ്. See, remember that when this situation came in, ഈ ഒരു സാഹചര്യം വന്നപ്പോൾ what should have we done? നാം എന്തായിരുന്നു ചെയ്യേണ്ടത്? As a spiritual leader of the household, അവൻ ഭവനത്തിന്റെ ആത്മീയ നേതാവെന്ന നിലയിൽ what he should have done? എന്തായിരുന്നു ആദാം ചെയ്യേണ്ടത്? He should have confronted. അവൻ ആ സാഹചര്യത്തെ He നേരിടേണ്ടതായിരുന്നു. should have spoken of. അവിടെ സംസാരിക്കേണ്ടതായിരുന്നു. He should be speaking. അവൻ അവിടെ സംസാരിക്കേണ്ടതായിരുന്നു. Let me tell all the fathers here. ഇവിടെ ഇരിക്കുന്ന ഓരോ പിതാക്കന്മാരോട് ഞാൻ പറയട്ടെ, Whenever you confront things like this, ഇപ്രകാരമുള്ള വസ്തുത നിങ്ങൾ നേരിടുമ്പോൾ it is not the responsibility of the moms to rise up, but it is the responsibility of the fathers to rise up and confront against the wiles of devil. ആമേൻ. ശത്രുവിന്റെ കെണികൾക്ക് എതിരായിട്ട് മാതാക്കളല്ല എഴുന്നേൽക്കേണ്ടത്, അവിടെ കുടുംബത്തിൽ പിതാക്കന്മാരാണ് എഴുന്നേൽക്കേണ്ടത്. I know there are good mothers who have played great roles of fathers. ആമേൻ. നല്ല മാതാക്കൾ നമ്മുടെ നടുവിലുണ്ട്. അവർ പിതാക്കന്മാർ ചെയ്യുന്ന കർത്തവ്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. They raise their kids all alone. അവർ ഏകയായി അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. They played a great role.
അവ കുടുംബജീവിതത്തിൽ നല്ലവണ്ണം അവര് നേതൃത്വം I'm നടത്തുന്നു. also thankful for those fathers ആമേൻ. ചില പിതാക്കന്മാരെ ഓർത്ത് ഞാൻ who have played the ബഹുമാനിക്കുന്നു. role of moms also. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ മാതാവിന്റെ റോൾസും And ചെയ്യാറുണ്ട്. some of them have raised their kids all alone. ചിലർ അവരുടെ കുഞ്ഞുങ്ങളെ ഏകയായി But വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. I'm thankful for those fathers ആ പ്രകാരമുള്ള പിതാക്കന്മാരെ ഓർത്ത് ഞാൻ who ബഹുമാനിക്കുന്നു. stand against the wiles of devil. ആമേൻ. ശത്രുവിന്റെ കെണികൾക്ക് എതിരെ നിൽക്കുന്ന പിതാക്കന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ Can I മഹത്വപ്പെടുത്തുന്നു. call all the fathers here? ഇവിടെ ആയിരിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും ഞാൻ ആഹ്വാനം ചെയ്യട്ടെ. Please do not be silent. നിങ്ങൾ മൗനമായിരിക്കരുത്. Your silence is dangerous. നിങ്ങളുടെ മൗനം വളരെ ഭയാനകമാണ്. I'm not saying fathers to become dictators. ആമേൻ. പിതാക്കന്മാര് നിങ്ങൾ ഡിക്റ്റേറ്റേഴ്സ് ആകണമെന്നല്ല. I'm not saying you should be angry. നിങ്ങൾ ദേഷ്യപ്പെടണമെന്നല്ല. I'm not saying you should be controlling husband. നിങ്ങൾ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഭർത്താവാകണമെന്നല്ല. No, being a husband is not a controlling husband. ഒരു ഭർത്താവ് ഒരിക്കലും കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയല്ല. Being a husband is not that you are rude. ആമേൻ. നിങ്ങൾ എപ്പോഴും ദേഷ്യക്കാരനാണെന്നല്ല. Some people feels like if I don't show I'm rude, I'm not a husband. ചില ആൾക്കാർ വിചാരിക്കും ഞാൻ ദേഷ്യം കാണിച്ചില്ലെങ്കിൽ ഞാൻ ഒരു ഭർത്താവായില്ല. Some husbands think that if I don't show them their hands, they don't feel like they are husbands. ഞാൻ കൈ വീശിയൊന്നുമില്ലെങ്കിൽ കൈ കാണിച്ചില്ലെങ്കിൽ ഞാൻ ഭർത്താവായില്ലെന്ന് ചിലർ വിചാരിക്കാറുണ്ട്. Friends, only weak men raise hands on women. ആമേൻ. പ്രിയ ദൈവമക്കളെ, ബലഹീനനായ പുരുഷന്മാർ മാത്രമേ സഹോദരിമാരെ തല്ലാറുള്ളൂ. If you are strong, നിങ്ങൾ ശക്തരാണെങ്കിൽ your strength is not to raise hands on poor woman. ആമേൻ. ബലഹീനമായ സഹോദരിമാർക്ക് നേരെ ഉയർത്തുവാനുള്ളതല്ല നിങ്ങളുടെ കരങ്ങൾ. Your silence in the spiritual affairs Amen. will cost a lot. നിങ്ങളുടെ ആത്മീക വിഷയത്തിൽ നിങ്ങൾ മൗനമായിരിക്കുന്നത് വലിയ വില കൊടുക്കേണ്ടി വരും. And that takes me to the third one. അതിന്റെ മൂന്നാമത്തെ ചിന്തയിലേക്ക് നയിക്കുന്നു. And the fatherhood is a God-given responsibility. പിതൃത്വം എന്ന് പറയുന്നത് ദൈവം നൽകി തന്നിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. Come on. How many of you say that? Agree? എത്ര പേര് അതിനോട് യോജിക്കുന്നു? Fatherhood is a God-given responsibility. പിതൃത്വം എന്ന് പറയുന്നത് ദൈവം നൽകി തരുന്ന ഒരു ഉത്തരവാദിത്തമാണ്. All right. All the fathers, can we say that? നാം എല്ലാ പിതാക്കന്മാർക്കും അതൊന്ന് പറയാൻ പറ്റുമോ? Fatherhood. ഫാദർഹുഡ്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ If you don't ഈ say. സഹോദരിമാർ പറയും. അതുകൊണ്ട് നിങ്ങൾ പറയണം. Amen. Fatherhood is a Say. God-given responsibility. God-given responsibility. And I am so thankful for those fathers ആമേൻ. ഇപ്രകാരമുള്ള പിതാക്കന്മാരെ ഓർത്ത് ഞാൻ who ദൈവത്തിന് take നന്ദി the പറയുന്നു. responsibilities. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന പിതാക്കന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് Why നന്ദി I പറയുന്നു. said this? എന്തിനു വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്? When Eve ate, അവ്വ കഴിച്ചപ്പോൾ she gave to Adam. ആദാമിന് കൊടുത്തു. And both of them had a good dinner. അവന് നല്ല പേര് ഡിന്നർ കഴിച്ചു. No, it was lunch, I guess. ലഞ്ചാണെന്ന് തോന്നുന്നു. Because evening God came. That's what it says. Right? അപ്പൊ ലഞ്ചായിരിക്കും. കാരണം വൈകുന്നേരം ദൈവം സന്ധ്യയായപ്പോൾ ദൈവം വന്നു. And when God walked into the cool of that eve. ആമേൻ. വൈകുന്നേരത്തെ ആ സമയത്ത് ദൈവം ആ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ Every day both of these people, they will run to God. ആമേൻ. ഈ അവ്വയും മാതാവും ഒരുമിച്ച് ഓടി ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നതാണ്. But today nobody is coming. ഇന്ന് ആരും അടുക്കി ചെല്ലുന്നില്ല. What was the first call? ആമേൻ. ഒന്നാമത്തെ വിളി എന്തായിരുന്നു? Adam, ആദാം, where are you? Can we read that? നമുക്കൊന്ന് വായിക്കാൻ കഴിയുമോ? The man and his wife. And before that what happened? God came in the cool of the evening and they heard God walking. That's what's written. They heard God is walking. And the man and his wife heard. Come on, everybody, please. Help me out to preach. Man and his wife heard the sound of the Lord God as he was walking in the garden in the cool of the day. And they hid from the Lord among the trees of the garden. But the Lord God called to the man. Where are you? Amen. Who was responsible for what has happened? ഇവിടെ നടന്ന വിഷയത്തിൽ ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? We all say it was Ammachi, Eve. ആമേൻ. നമ്മളെല്ലാരും പറയും ഹൗവ അമ്മച്ചിയാണ് We പ്രശ്നക്കാരി. always call it was Eve. ആമേൻ. നമ്മൾ എപ്പോഴും പറയാം ഹൗവ ചെയ്ത പരിപാടിയാണ്. Everybody is like looking onto women saying that no, it's because of women. എല്ലാരും ഈ സഹോദരിമാരെ നോക്കിയിട്ട് പറയും ഹൗവ കാരണമാണ്, സ്ത്രീകൾ In കാരണമാണ്. God's eye, പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ who was responsible? ആരായിരുന്നു അവിടെ ഉത്തരവാദി? It was not Eve. ആമേൻ. ഹൗവയല്ലായിരുന്നു. It was the silence of Adam. ആദാമിന്റെ മൗനതയായിരുന്നു. And God called
Adam, where are you? അതുകൊണ്ട് ആദാമിനെ വിളിച്ചിട്ട് ആദാമേ നീ എവിടെ? Let us have a talk man to man. ആമേൻ. നമുക്ക് അന്യോന്യം ഒരു സംസാരിക്കേണ്ട ആവശ്യമാണ്. All the husbands over here, എല്ലാ all ഭർത്താക്കന്മാരോടും the fathers of എല്ലാ here, പിതാക്കന്മാരോടൊന്ന് പറയട്ടെ. let me tell you one thing. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. Yes, even though family may mess around, ആമേൻ. കുടുംബജീവിതം അത് തെറ്റിപ്പോയാലോ, yes, they can struggle. ആമേൻ, അത് കഷ്ടതയിൽ കൂടി Your കടന്നുപോയാലോ, wife can go through struggle. ആമേൻ, ഭാര്യ കഷ്ടതയിൽ കൂടി Your കടന്നുപോയാലോ, kids can go through struggles. ആമേൻ, കുഞ്ഞുങ്ങൾ കഷ്ടതയിൽ കൂടിയാണെങ്കിലോ, But I want to call out every fathers. ഇവിടെ എല്ലാ പിതാക്കന്മാരെയും ഞാൻ വിളിച്ചു പറയട്ടെ. Your fatherhood is the leadership in the house. നിങ്ങളുടെ പിതൃത്വമാണ് നിങ്ങളുടെ ഭവനത്തിലുള്ള ആ നേതൃസ്ഥാനം. Whether you agree or not. നിങ്ങൾ അതിനോട് യോജിച്ചാലും ഇല്ലെങ്കിലും Divine order is this. ആമേൻ, ദൈവികമായ പദ്ധതി അതാണ്. Christ is the head ക്രിസ്തുവാകുന്നു തല, and husband is the head of the wife. ആമേൻ, ഭാര്യയുടെ തല ഭർത്താവായിരിക്കുന്നു. You may be feminist, നിങ്ങൾ ഒരു ഫെമിനിസ്റ്റ് ആയിരിക്കാം, whatever you want to call. നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് വിളിച്ചാലും, But this is divine order. പക്ഷേ ഇതാണ് ദൈവികമായ ക്രമം. Divine order is it. This doesn't mean that someone is greater and other one is lower. ആമേൻ. ഇതിന്റെ അർത്ഥം ഒരാള് അധികം ശ്രേഷ്ഠതയും മറ്റേ അതിൽ There is കുറഞ്ഞതല്ല. nothing called superiority or inferiority over here. ആമേൻ. ശ്രേഷ്ഠതയും ശ്രേഷ്ഠത കുറവും എന്നല്ല ഇവിടെ പറയുന്നത്. Like Father, Son, Holy Spirit, there is no superiority and no inferiority. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പോലെ ഇവിടെ കൂടിയവരും കുറഞ്ഞതുമില്ല. So husband and wife, there is no superiority or inferiority. അതുകൊണ്ട് ഭാര്യ ഭർത്താവേ അവിടെ കൂടുതൽ കുറവോ ഒന്നുമില്ല. But divine order is husband is responsible for the leadership. ആമേൻ. പക്ഷെ ദൈവികമായ ക്രമം അനുസരിച്ച് ഭർത്താക്കന്മാരാണ് അവിടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. So father will say, അതുകൊണ്ട് പിതാവ് പറയും, father cannot say actually, you know what, it's not my fault. ആമേൻ. പിതാവ് പറയും, ഇത് എന്റെ പ്രശ്നമല്ല. No, God is going to ask you. അല്ല, അപ്രകാരമല്ല. ദൈവം തീർച്ചയായിട്ടും You are ചോദിക്കും. placed as the leader of the house. ആമേൻ. ആ ഭവനത്തിന്റെ നേതൃസ്ഥാനത്താണ് Can I ദൈവമാക്കിയിരിക്കുന്നത്. call every fathers here? ഇവിടെ ഇരിക്കുന്ന എല്ലാ പിതാക്കന്മാരോടും ഞാൻ ആഹ്വാനം ചെയ്യട്ടെ. There is an anointing upon you. നിങ്ങളുടെ മീതെ ഒരു അഭിഷേകമുണ്ട്. There is an anointing upon you. നിങ്ങളുടെ മീതെ ഒരു Whether അഭിഷേകമുണ്ട്. you believe it or not. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും When enemy attacks your family, ശത്രു നിങ്ങളുടെ കുടുംബജീവിതത്തിനെതിരെ if you പോരാടുമ്പോൾ, stand in the gap, നിങ്ങൾ അതിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ, if you rise up, നിങ്ങൾ എഴുന്നേൽക്കുവാൻ തയ്യാറാണെങ്കിൽ enemy's wiles will all be destroyed. ശത്രുവിന്റെ കിണികളെല്ലാം തകർന്നു പോകും. Every kind of things that comes against your children. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ വരുന്ന സകലതും, Yes, it's not your fault. അത് നിങ്ങളുടെ കുറ്റമല്ല. The things that comes against your wife, അത് നിങ്ങളുടെ ഭാര്യക്കെതിരെ it's വരുന്നത്, not her fault. അത് അവരുടെ കുറ്റവുമല്ല. It's not your fault. അത് നിങ്ങളുടെ പ്രശ്നമല്ല. But if you don't speak up, പക്ഷേ അവിടെ നിങ്ങൾ മൗനമായിരുന്നാൽ, if you don't stand up to pray, ആമേൻ, പ്രാർത്ഥിക്കുവാൻ എഴുന്നേറ്റില്ലെങ്കിൽ, if you don't stand up to raise voice, ആമേൻ, നിങ്ങൾ അവിടെ ശബ്ദമുയർത്തിയില്ലെങ്കിൽ, then it is at your fault. ആമേൻ, അപ്പോൾ അത് നിങ്ങളുടെ പ്രശ്നമാണ്. Can I call all the fathers here? എല്ലാ പിതാക്കന്മാരെ ഞാൻ ഒന്ന് ആഹ്വാനം Look into ചെയ്യട്ടെ. the situation. നിങ്ങൾ സാഹചര്യം നോക്കുക. You are placed as a leader. നിങ്ങളെ നേതാവായിട്ടാണ് ആക്കിയിരിക്കുന്നത്. And if God has given you fatherhood, ആമേൻ, നിങ്ങൾക്ക് ഒരു പിതൃത്വം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, there is an anointing upon you. അതിന്റെ മീതെ ഒരു അഭിഷേകവും You ഉണ്ട്. may not scream like that woman. ആമേൻ, ആ സ്ത്രീയെ പോലെ നിങ്ങൾ ബഹളം You may not ഉണ്ടാക്കിയിട്ടില്ലായിരിക്കും. cry loud like a woman. ആമേൻ, ഒരു സ്ത്രീയെ പോലെ ഉച്ചത്തിൽ But കരഞ്ഞിട്ടില്ലായിരിക്കും. even when you are strong emotionally ആമേൻ, there, നിങ്ങൾ വൈകാരികമായി your ശക്തരാണെങ്കിലോ voice will be heard in heaven. നിങ്ങളുടെ ശബ്ദം സ്വർഗത്തിൽ മുഴങ്ങുന്നുണ്ട്. Can I tell the fathers here? ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരോട് ഞാൻ Can you പറയട്ടെ, speak a word right now? ഇന്ന് നമുക്കൊന്ന് ഉച്ചത്തിൽ സംസാരിക്കാമോ? Whatever is the situation, സാഹചര്യം എന്താണെങ്കിലും, you feel like a family is falling apart? കുടുംബജീവിതം അന്യാന്തരപ്പെട്ടു പോകുന്നു നിങ്ങൾ Do you feel തോന്നുന്നു? like children are rebellion? ആമേൻ, കുഞ്ഞുങ്ങൾ എതിർത്ത് നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ, Something is not working? എന്തോ പ്രവർത്തിക്കുന്നില്ല എന്ന് It's തോന്നുന്നുണ്ടെങ്കിൽ, not the responsibility only of a mother, but it is majorly the responsibility of the dads and husbands and fathers to rise up, and you will see God's hand upon you. ഇതൊരു മാതാവിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. മാതാവും പിതാവും ഒരുമിച്ച് ഇതിനു വേണ്ടി സംസാരിക്കേണ്ടതാണ്. I know most of our houses prayer department is led by women. ആമേൻ, അനേക ഭവനങ്ങളിൽ പ്രാർത്ഥനയുടെ ഡിപ്പാർട്ട്മെന്റ് മാതാക്കളാണ് നോക്കുന്നത്. I hope that's the case with everybody. ആമേൻ, എല്ലാവരുടെയും വീട്ടിൽ അപ്രകാരമാണെന്നാ തോന്നുന്നത്. If mom doesn't pray, then prayer doesn't happen. ആമേൻ, അമ്മ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ പ്രാർത്ഥനയില്ല. But thank God for those dads if you are taking that responsibility. ആമേൻ, പിതാക്കന്മാര് നിങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. Ezekiel chapter 22 verse 30 says, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22:30 വായിക്കുന്നു. I sought for a man among them who would make a wall and stand in the gap before me. This is for Israel. ഇത് ഇസ്രായേലിന് വേണ്ടി പറയുന്ന ഒരു വാക്യമാണ്. Fatherhood is not only
physical. ആമേൻ. ശാരീരികമായ വസ്തുത മാത്രമല്ല പിതൃത്വം എന്ന് പറയുന്നത്. But fatherhood is also spiritual. ആത്മീയം കൂടിയാണ് ഈ പിതൃത്വം. God always looks for spiritual fathers to stand in the gap. ആമേൻ. ഇടുവിൽ നിൽക്കുവാൻ വേണ്ടി ആത്മീയ പിതാക്കന്മാരെ ദൈവം എപ്പോഴും അന്വേഷിക്കുകയാണ്. So what God is asking, എന്താണ് ദൈവം ചോദിക്കുന്നത്? and that takes me to the fourth one. ആമേൻ. അടുത്ത ഭാഗത്തേക്ക് അത് കൊണ്ടുപോവുകയാണ്. God is calling men out of hiding. മറഞ്ഞിരിക്കുന്ന മറവിടത്തിൽ നിന്ന് ചില പുരുഷന്മാരെ ദൈവം വിളിക്കുകയാണ്. So God asked Adam, where are you? ആദാമേ നീ എവിടെ ആയിരിക്കുന്നു ദൈവം ചോദിച്ചു. Was he asking about the physical location? ആമേൻ. താൻ ഫിസിക്കലായിട്ട് എവിടെ ആയിരിക്കുന്നതാണോ ചോദിച്ചത്? Hey, share your GPS. ആമേൻ. നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യുക. Where are you? എവിടെ ആയിരിക്കുന്നു? Show me where are you? നീ എവിടെ ആയിരിക്കുന്നു ഒന്ന് കാണിച്ചേ. God was not asking his physical location. ആമേൻ. ആ പ്രദേശത്ത് ആദാം എവിടെയാണെന്ന് അറിയുവാൻ വേണ്ടിയല്ല ചോദിച്ചത്. God is actually asking his spiritual position. തന്റെ ആത്മീയമായ സ്ഥലം എവിടെയാണെന്നായിരുന്നു ആ ദൈവം When your ചോദിക്കുന്നത്. family is in danger, നിങ്ങളുടെ കുടുംബജീവിതം ഡേഞ്ചറിൽ കൂടി കടന്നു പോകുമ്പോൾ, family is falling apart. കുടുംബജീവിതം അന്യാദിനപ്പെട്ടു പോകുമ്പോൾ, Somebody who is listening me online, ഓൺലൈനിൽ കൂടെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, somebody who is listening me here, ഇവിടെ ഇരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നവർ, when you see it, your family has been attacked. ആമേൻ. നിങ്ങളുടെ കുടുംബജീവിതത്തിനെതിരെ അറ്റാക്കുകൾ നടക്കുമ്പോൾ, Spiritual attack, ആത്മീക പോരാട്ടം നടക്കുമ്പോൾ, physical attack, ശാരീരികമായ പോരാട്ടം നടക്കുമ്പോൾ, mental attack, മാനസികമായ യുദ്ധം നടക്കുമ്പോൾ, emotional attack. വൈകാരികമായി വരുമ്പോൾ, Fathers, where are you? പിതാക്കന്മാരെ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു? Adam, where are you? ആദാമേ നീ എവിടാ? Simple question is, where are you when your family is falling apart? നിങ്ങളുടെ കുടുംബജീവിതം അന്യാദിരപ്പെടുമ്പോൾ പുരുഷന്മാരെ നിങ്ങൾ എവിടാണ്? Where everything is going against. എല്ലാം നിങ്ങൾക്ക് വിരോധമായിരിക്കുമ്പോൾ Where are you? എവിടെ ആയിരിക്കുന്നു? Please do not give this contract of standing in the gap to your wife. ഭാര്യയ്ക്കല്ല ഇതിന്റെ ഇടുവിൽ നിൽക്കുവാനുള്ള കോൺട്രാക്ട് If കൊടുക്കേണ്ടത്. they do, that's good, അവൻ great. ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. But husbands, question is, where are you? പക്ഷേ ഭർത്താക്കന്മാരോടുള്ള ചോദ്യം ഇതാണ്, നിങ്ങൾ എവിടാണ്? And the problem is this. പ്രശ്നം ഇതാണ്. And this was then and this is now. അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. You can always find a hiding place. നിങ്ങൾക്ക് എപ്പോഴും ഒരു മറുപടം കണ്ടെത്താം. When something is happening, എന്തെങ്കിലും സംഭവിക്കുമ്പോൾ you can hide behind the business. അവൻ ബിസിനസിന്റെ പിന്നിൽ പോയി നിങ്ങൾ മറഞ്ഞു. I am fully busy in business. ബിസിനസ്സിൽ ഞാൻ വളരെ തിരക്കിലാണ്. Man, how can I do that? എനിക്കിത് എങ്ങനെ ചെയ്യാൻ കഴിയും? You can be hiding behind your work. നിങ്ങളുടെ ജോലിയുടെ പേരിൽ നിങ്ങൾക്ക് My മറഞ്ഞിരിക്കുവാൻ കഴിയും. boss is so cruel, man. എന്റെ ബോസ് വളരെ ക്രൂരനാണ്. I have to work. എനിക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. I'm providing. അവന് കരുതേണ്ട ആവശ്യമുണ്ട്. Hiding behind the work. അവൻ ജോലിയുടെ മറവിൽ മറഞ്ഞിരിക്കുകയാണ്. Then there are some husbands who will hide behind the sports. അവൻ കളി കാര്യങ്ങളിൽ മറഞ്ഞിരിക്കുന്നവരുണ്ട്. Oh, you know, I'm so much involved in sports. അവൻ ഞാൻ ഒരുപാട് സ്പോർട്സിൽ ഇൻവോൾവ് ആണ്. I have no time to look for the kids. അവൻ കുഞ്ഞുങ്ങളെ നോക്കാൻ എനിക്ക് ഒരു സമയവുമില്ല. Then some of the husbands will hide behind the anger. അവൻ ദേഷ്യത്തിന്റെ പേരിൽ മറഞ്ഞിരിക്കുന്ന മനുഷ്യരുണ്ട്. Because they cannot fulfill the responsibility. അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിയാത്തതുകൊണ്ട് They will make a quarreling something kind of things. അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വഴക്കിട്ട് And they will be angry. അവൻ ആ വഴക്കിട്ട് അവർ മറിഞ്ഞിരിക്കും. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ നിൽക്കും. They would remain in unapproachable life. വെരി അൺഅപ്രോച്ചബിൾ. കാണത്തില്ല, മിണ്ടത്തില്ല. എന്തെങ്കിലും ചോദിച്ചാൽ എന്തോ ഉണ്ട്. If you ask any question, they would just give a sound. ഞാൻ ചായ ഉണ്ടാക്കട്ടെ. Let me make a tea. മനസ്സിലാക്കിക്കോണം എന്തുവാ പറയുന്നതെന്ന്. I mean, the wife should understand with that humming. Hiding behind that. I mean, അതിന്റെ പേരിൽ മറിഞ്ഞിരിക്കുകയാണ്. Some people will hide behind the hobbies. I mean, ചില ഹോബീസിൽ മറിഞ്ഞിരിക്കുന്നവരുണ്ട്. എന്റെ ഹോബിയാ ഇത്, ഞാൻ ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. I mean, this is my hobby. I cannot live without this. My hobby is to ride bike. I mean, എൻ്റെ ഹോബി ബൈക്ക് ഓടിക്കുന്നതാണ്. I love biking. എനിക്ക് ബൈക്ക് ഓടിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. But I cannot hide behind the bikes and forgetting the responsibilities. I mean, കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ കളഞ്ഞിട്ട് ബൈക്ക് ഓടിച്ച് നടക്കാൻ എനിക്ക് പറ്റില്ല. Can we give a big hand for that? We all can find hiding places. നമുക്ക് എല്ലാവർക്കും ഇപ്രകാരം മറവിടങ്ങൾ കണ്ടെത്തുവാൻ കഴിയും. മാസ്റ്റർ എന്ത് ചെയ്യാനാ, ഇത്രയും പ്രശ്നമല്ലേ, മോർഗേജ്, പിന്നെ വണ്ടി 2-3 അല്ലേ വാങ്ങിച്ചേക്കുന്നേ, പിന്നെ അവിടുത്തെ ട്യൂഷൻ ഇവിടുത്തെ ട്യൂഷൻ, ഇതെല്ലാം ഞാൻ hiding behind the reasons. Pastor, what can I do? I have a lot of mortgage. I have 2-3 cars payments and this and that. What can I do? We are hiding behind all that. But can I call your attention here, every husband? പക്ഷേ എല്ലാ ഭർത്താക്കന്മാരും ഒന്ന് ശ്രദ്ധിക്കണം. Every fathers? എല്ലാ പിതാക്കന്മാരും ശ്രദ്ധിക്കണം. More than anything else, God is not going to ask you how are you providing.
ആമേൻ. ദൈവം ഒരിക്കലും നിങ്ങൾ എങ്ങനെയാണ് കരുതുന്നതെന്നല്ല ചോദിക്കുന്നത്. But God will definitely ask you, where were you when your family was suffering from spiritual attack? ആത്മീക പോരാട്ടത്തിൽ നിങ്ങളുടെ കുടുംബം കടന്നുപോയപ്പോൾ എവിടെയായിരുന്നു എന്ന് തീർച്ചയായിട്ടും ദൈവം ചോദിക്കും. Every husband has to say an answer for എല്ലാ ഭർത്താക്കന്മാരും ഇതിന് മറുപടി കൊടുക്കേണ്ടതാണ്. That day your job will not be a hiding place. അന്ന് നിങ്ങളുടെ ജോലി ഒരു മറവിടമായി നിൽക്കുകയില്ല. That day your gardening will not be a hiding place. അന്ന് നിങ്ങളുടെ തോട്ടമൊന്നും ഇത് മറുപടിയായി That day your നിൽക്കില്ല. biking will not be a hiding place. അന്ന് നിങ്ങൾ മോട്ടോർ സൈക്കിൾ ഓടിച്ചതൊന്നും അത് മറുപടിമായി നിൽക്കുകയില്ല. Some people are very busy. അമ്മ ചില ആൾക്കാർ വളരെ തിരക്കിലാണ്. Very busy. വളരെ തിരക്കിലാണ്. What's going in marketplace? മാർക്കറ്റ് പ്ലേസിൽ എന്താണ് നടക്കുന്നത്? What new product came in? എന്താണ് പുതുതായിട്ട് വന്നിട്ടുള്ള Amazon review? ആമസോൺ എന്ത് പറയുന്നു? And most of the orders goes from here. ആമേ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് ഓർഡറുകൾ പോകും. Between the time 10 a.m. till 12:30 a.m. most of the orders are placed. ആമസോണിലെ മിക്കവാറുള്ള ഓർഡർ പോകുന്നത് 10 മണിക്കും 12 മണിക്കും ഇടയ്ക്കാണ്. Hiding behind the screen. ആമേൻ. സ്ക്രീനിന്റെ പിന്നിൽ നിങ്ങൾ മറിഞ്ഞിരിക്കുന്നു. Husbands, ഭർത്താക്കന്മാരെ, fathers, പിതാക്കന്മാരെ, there are two ways that you are responsible. നിങ്ങൾ രണ്ട് രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. One for your own family. ഒന്ന് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, Second for the spiritual family. രണ്ടാമതായി ആത്മീക കുടുംബത്തിലും. Can I call on? നിങ്ങളോടൊന്ന് ആഹ്വാനം ചെയ്യട്ടെ. Husbands, are you hiding? ഭർത്താക്കന്മാരെ നിങ്ങൾ മറിഞ്ഞിരിക്കുകയാണോ? Fathers, are you hiding? പിതാക്കന്മാരെ നിങ്ങൾ മറിഞ്ഞിരിക്കുകയാണോ? Can you come out of that? അതിൽ നിന്ന് നിങ്ങൾക്കൊന്ന് പുറത്തു വരാൻ Today, കഴിയുമോ? can you tell God, ഇന്ന് നിങ്ങൾക്കൊന്ന് ദൈവത്തോട് പറയാൻ കഴിയുമോ? I will come out of my hiding. ഞാൻ എൻ്റെ മറുപടിയിൽ നിന്നോ പുറത്തു വരും. As soon as you take that step, ആ ചുവട് നിങ്ങൾ എടുക്കുന്ന നിമിഷം തന്നെ, can I tell you, an anointing that is resting upon you, നിങ്ങളുടെ മീതെയുള്ള ഒരു അഭിഷേകം that will work. അത് തീർച്ചയായിട്ടും ജ്വലിക്കുവാനിടയാകും. That will bring forth fruit. അത് തീർച്ചയായിട്ടും അതിന്റെ ഫലം Can I കൊണ്ടുവരാനിടയാകും. tell you, if you come out of hiding today, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മറുപടിയിൽ നിന്ന് പുറത്തു വന്നാൽ, some fathers and some husbands, if you take responsibility to pray, ആമേൻ, പ്രാർത്ഥിക്കുവാൻ ചില പിതാക്കന്മാർ ഭർത്താക്കന്മാർ തീരുമാനിച്ചാൽ, the strong chains that you're seeing, നിങ്ങൾ കാണുന്ന ശക്തിമേറിയ it ചങ്ങലകൾ will break. അത് തീർച്ചയായിട്ടും The പൊട്ടിപ്പോകും. strong chains of depression, ഡിപ്രഷന്റെ ചങ്ങലകൾ it will break. അത് തീർച്ചയായിട്ടും തകർന്നു The വീഴും. strong chains of all kind of addiction, എല്ലാ അഡിക്ഷന്റെ ചങ്ങലകൾ it will break. അത് തീർച്ചയായിട്ടും Can I നിർമൂലമാകും. get some good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Can I get us some good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Can we give a big hand to the Lord? ആ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ Right മഹത്വപ്പെടുത്താൻ now, കഴിയുമോ? let that anointing be activated. ഇപ്പോൾ തന്നെ അഭിഷേകം ഒന്ന് ജ്വലിക്കട്ടെ. Now, what you are seeing today, ഇന്ന് നിങ്ങൾ കാണുന്നത്, whatever you are hearing ഇന്ന് today, നിങ്ങൾ കേൾക്കുന്നത്, there is an anointing upon you, my നിങ്ങളുടെ brother. മീതെ ഒരു അഭിഷേകമുണ്ട് It's സഹോദരാ. not whether you speak in tongues or not. അന്യഭാഷയിൽ സംസാരിച്ചോ ഇല്ലയോ എന്നല്ല. It's not about 12 hours tongues speaking in tongues. 12 മണിക്കൂർ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചോ But ഇല്ലയോ the എന്നല്ല. day God made you father, പക്ഷേ നിങ്ങളെ പിതാവാക്കിയ ആ ദിവസം തന്നെ, the God assigned you father, നിങ്ങളെ ഒരു പിതാവായി അസൈൻ He ചെയ്ത has നിമിഷം തന്നെ, assigned you with a spiritual authority. ചില ആത്മീയ ദൗത്യമായ Somebody need to അതോറിറ്റി rise up and come out of the hiding place. എത്ര പേർക്ക് ഒന്ന് എഴുന്നേറ്റ് മറുപടത്തിൽ നിന്ന് പുറത്തു വരുവാൻ All the കഴിയും? fathers today decide to come out, എല്ലാ പിതാക്കന്മാരും ഇന്നത് തീരുമാനിച്ചാൽ, your family will not be the same. നിങ്ങളുടെ കുടുംബജീവിതം പിന്നെ ഇതുപോലല്ലായിരിക്കും. Oh, everything will change. എല്ലാം മാറുവാനിടയാകും. The church will see a miracle here. സഭയിൽ അത്ഭുതങ്ങൾ The church will see കാണുവാനിടയാകും. a revival. സഭയിൽ ഒരു റിവൈവൽ Family കാണുവാനിടയാകും. will see a revival. കുടുംബ ജീവിതത്തിൽ ഒരു ഉണർവ് Somebody need to കാണുവാനിടയാകും. say louder, amen. എത്ര പേർക്ക് ഉച്ചത്തിൽ ഒരു ആമേൻ എന്ന് പറയാൻ കഴിയും? Number 5, അഞ്ചാമതായി, no excuses, ആമേൻ, ഒരു ഉപായങ്ങളുമില്ല, but ownership. പക്ഷെ ഉടമസ്ഥാവകാശമാണ്. Fathers, can I call you to tell you what Bible is teaching? വചനം എന്താ പഠിപ്പിക്കുന്നത് എന്ന് എല്ലാ പിതാക്കന്മാരും The കേൾക്കുക. very first guy God is, Adam said, it's not me. ആമേൻ. ഒന്നാമതായി ചോദിച്ചപ്പോൾ തന്നെ ആദാം പറഞ്ഞു, ഞാനല്ല. What was the blame? ആരുടെ പഴിയാരിത്? The woman you gave me. ആമേൻ, നീ തന്ന ഈ സ്ത്രീയാണ്. Suddenly the language changed. അവിടുത്തെ സംസാരത്തിന്റെ രീതി തന്നെ മാറുവാനിടയായി. What was the first language? As soon as Eve was launched, ആമേൻ, ഹൗവ ആദ്യമായി very ആദാമിന്റെ മുമ്പിൽ first വന്നു. time, beautiful Eve was launched, and Adam. ആമേൻ, ആദ്യമായി സൗന്ദര്യമുള്ള ഹൗവയെ കണ്ടപ്പോൾ ആദാം അന്തിച്ചു നോക്കുവാനിടയായി. And the words came out. തന്റെ വായിൽ നിന്ന് ഇപ്രകാരം വാക്കുകൾ വന്നു: Bone out of my bone, അസ്ഥിയിൽ നിന്ന് അസ്ഥിയും flesh out of my flesh. മാംസത്തിൽ നിന്നുള്ള മാംസവും. You know that happens in 20s. ആമേൻ, അത് 20കളിൽ അത് സംഭവിക്കും. You are my kidney. ആമേൻ, എന്റെ കിഡ്നി ആകുന്നു. You are my liver. ലിവറാണ്. You are my heart. എന്റെ ചങ്കാണ്.
And then suddenly the thing changed. Dare, babe, darling, all this changed. അവൻ പെട്ടെന്ന് വിളിപ്പേരുകളെല്ലാം മാറും. Up till now it was babe, അവൻ ഈ darling, ഡാർലിംഗ്, suddenly woman. പെട്ടെന്ന് സ്ത്രീയെ. What happened? എന്താണ് സംഭവിച്ചത്? Why are you reacting? അവൻ എന്താണ് ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്? Something happened. എന്തോ സംഭവിച്ചു? Number one, you were silent. ഒന്നാമതായി മൗനമായിരുന്നു. You didn't take the leadership. ഒരു നേതൃത്വവും എടുത്തില്ല. Now third thing, when you are held responsibility, മൂന്നാമതായി ഇപ്പോൾ ഉത്തരവാദിത്തത്തിൽ നിർത്തിയപ്പോൾ you will blame. അവൻ ഇപ്പോൾ കുറ്റപ്പെടുത്തുകയാണ്. Now husbands, ഭർത്താക്കന്മാർ, let me tell you, നിങ്ങളോട് പറയട്ടെ, you can blame here, നിങ്ങൾക്ക് ഇവിടെ അത് കുറ്റപ്പെടുത്താം. but in front of God, പക്ഷെ ദൈവത്തിന്റെ മുമ്പാകെ you cannot blame. ഒരു കുറ്റപ്പെടുത്തലും നടക്കുകയില്ല. God is not asking who did and what did. അവൻ ആര് ചെയ്തു എപ്പം ചെയ്തു എന്നല്ല ചോദ്യം Where ചോദിക്കുന്നത്. are you? അവൻ നീ എവിടെ ഇരിക്കുന്നു? He started blame game. അവൻ അന്യോന്യം കുറ്റപ്പെടുത്തുവാനിടയായി. Rather what Bible is teaching, അവൻ എന്താണ് വചനം പഠിപ്പിക്കുന്നത്? a godly father would do. ഒരു ദൈവഭയമുള്ള I ഒരു take the responsibility. ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. Lord, forgive me. അവൻ എന്നോട് ക്ഷമിക്കണമേ, Change me. എന്നെ മാറ്റണമേ, Please transform me. എന്നെ രൂപീകരിക്കണമേ, Help me, O Lord. എന്നെ സഹായിക്കണമേ ദൈവമേ. Can I call every father ഇവിടെ here? ഇരിക്കുന്ന എല്ലാ പിതാക്കന്മാരോടും ഞാൻ Instead വിളിച്ചോട്ടെ, of putting blame on someone else, മറ്റ് ഒരു വ്യക്തിയിൽ നിങ്ങൾ പഴിചാരുന്നതിന് മുമ്പേ can we take responsibilities? സ്വയമേ അത് പഴിയൊന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ? If you start taking responsibility, ആ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ it's not about how worse the situation is. സാഹചര്യം എത്ര മോശമാണെന്നല്ല, No matter how worst it is, എത്ര no മോശമാണെന്നല്ല, matter how dark it is, എത്ര അന്ധകാരം can I നിറഞ്ഞതാണെന്നല്ല, speak prophetically upon you? പ്രാവചനിക ശബ്ദത്തിൽ ഞാൻ No വിളിച്ചു matter പറയട്ടെ, how hard it is, എത്ര കഠിയായിട്ടാണെങ്കിലും, how dark it is, എത്ര അന്ധകാരം how നിറഞ്ഞതാണെങ്കിലും, deep it is, എത്ര ആഴമേറിയതാണെങ്കിലും, how big it is, എത്ര if വലിപ്പമുള്ളതാണെങ്കിലും, husbands take responsibility, ഭർത്താക്കന്മാർ ഉത്തരവാദിത്തം if ഏറ്റെടുക്കുമെങ്കിൽ, fathers take responsibility, പിതാക്കന്മാർ ഉത്തരവാദിത്തം God ഏറ്റെടുക്കുമെങ്കിൽ, says, I will stand with you ദൈവം പറയുന്നു ഞാൻ അവിടെ and എഴുന്നേൽക്കും, I will deliver you ഞാൻ വിടുവിക്കും, because I have given you this കാരണം responsibility. ഞാൻ അങ്ങേക്കാണ് ആ ഉത്തരവാദിത്തം Can I call നൽകിയിരിക്കുന്നത്. some fathers today ഇവിടെ ചില ഭർത്താക്കന്മാരെ ഞാൻ ആഹ്വാനം to ചെയ്യട്ടെ, take the ആ responsibilities? ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ. Amen. ആമേൻ. The sixth one and the seventh one is short one. ആമേൻ. 6ഉം 7ഉം വളരെ ചെറിയ വിഷയങ്ങളാണ്. The sixth is fathers shape the next generation. പിതാക്കന്മാരാണ് അടുത്ത തലമുറയെ രൂപീകരിക്കുന്നത്. You know, in Genesis chapter 4, ആമേൻ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ we see Cain and Abel. ആബേലിനെയും ആബേലിനെയും There കാണാം. is a conflict. അവർ തമ്മിൽ ഒരു വഴക്കുണ്ടായി. The family is still in crisis. ആമേൻ. കുടുംബജീവിതം ഇപ്പോഴും പ്രശ്നത്തിലാണ്. The silence of Adam in Genesis chapter 3 affected the next generation in Genesis chapter 4. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആദാം കാണിച്ച മൗനത അത് 4-ാം അധ്യായത്തിലും അതിന്റെ ഫലം കാണുകയാണ്. Do you remember? ഓർക്കുന്നോ? In chapter 3 he was silent. 3-ാം അധ്യായത്തിൽ ആദാം മൗനമായിരുന്നു. The next generation came in. ആമേൻ. അടുത്ത അധ്യായത്തിൽ അടുത്ത തലമുറ വന്നു. Cain and Abel. കയീനും ആബേലും Competition. അന്യോന്യം മത്സരമാണ്. Now let me tell you, ഒരു കാര്യം ഞാൻ പറയട്ടെ, husbands and wives, listen this very carefully. ഭാര്യയും ഭർത്താവും ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. If you remains silent നിങ്ങൾ മൗനമായിരുന്നാൽ, and if you don't take steps, നിങ്ങൾ ചുവടുകൾ എടുത്തില്ലെങ്കിൽ, you will see that passing on to the next അത് generation. അടുത്ത തലമുറയിൽ അത് കൈമാറുന്നതായിട്ട് നിങ്ങൾ കാണും. Always see, എപ്പോഴും ശ്രദ്ധിച്ചേ. if parents are in conflict ആമേൻ. മാതാപിതാക്കൾ അന്യോന്യം വഴക്കിടുവാണെങ്കിൽ, and you are in conflict with your siblings, ആമേൻ, നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളുമായിട്ട് അന്യോന്യം listen this വഴക്കിലാണെങ്കിൽ, very carefully. ആമേൻ, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. If you are in conflict with your siblings, നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് നിങ്ങൾ വഴക്കിലാണെങ്കിൽ, your kids will definitely have conflicts with their cousins. ആമേൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ കസിൻസുമായിട്ട് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. Resolve in your generation. ആദ്യം നിങ്ങളുടെ തലമുറയിൽ തന്നെയുള്ള പ്രശ്നം നിങ്ങൾ നേരിടുക. God will resolve in the next generation. അടുത്ത തലമുറ ദൈവം നോക്കിക്കൊള്ളും. Can I call everybody for that? ആമേൻ. അതിനുവേണ്ടി എല്ലാവരും ഞാൻ ആഹ്വാനം ചെയ്യട്ടെ. That God is still looking for shaping the next generation. ദൈവം എന്നും അടുത്ത തലമുറയെ രൂപീകരിക്കുന്നവരെ അന്വേഷിക്കുകയാണ്. And that comes with the seventh one. അവസാനത്തെ വസ്തുതയിലേക്ക് ഞാൻ വരട്ടെ. That this message is not for just biological fathers, ഇത് രക്തബന്ധത്തിലൂടെയുള്ള പിതാക്കന്മാർക്ക് വേണ്ടി മാത്രമുള്ള but for all the സന്ദേശമല്ല, spiritual fathers. എല്ലാ ആത്മീക പിതാക്കന്മാർക്കുമുള്ളതാണ്. You know,
You are building a legacy. നിങ്ങൾ ഒരു പാരമ്പര്യം ഇവിടെ പണിതെടുക്കുകയാണ്. Paul was telling this to Timothy പൗലോസ് ഇത് തിമോഥെയോസിനോട് പറയുകയാണ്. and says in 2 Timothy chapter 2 verse 1. ആമേൻ. 2 തിമോഥെയോസ് 2:1 പറയുന്നു. Therefore, my son. Paul never had a son, പൗലോസിന് ഒരു മകനില്ലായിരുന്നു. but he had a spiritual son. പക്ഷെ ഒരു ആത്മീക He മകനുണ്ടായിരുന്നു. said, be strong in the grace that is in Christ Jesus. ക്രിസ്തുവിലുള്ള കൃപയിൽ നീ ശക്തരാകണം. Let me tell you this. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. Some of you may not be fathers right now biologically, ആമേൻ. രക്തബന്ധത്തിൽ കൂടെ ചിലവർ പിതാക്കന്മാരായി but God has placed us in this church. പക്ഷെ ദൈവം നിങ്ങളെ ഈ സഭയിലാക്കിയിരിക്കുന്നത്. We have a role in this church ഈ സഭയിൽ നമുക്കൊരു ദൗത്യമുണ്ട്. to be the spiritual fathers. ആത്മീക പിതാക്കന്മാരാകുവാൻ. There are so many Timothys all around us. നമ്മുടെ ചുറ്റും ഒരുപാട് തിമോഥെയോസ്മാരുണ്ട്. Let's raise them. അവരെ നമുക്ക് എഴുന്നേൽപ്പിക്കേണ്ട ആവശ്യമുണ്ട്. When the whole world is under sin, ആമേൻ. ലോകം മുഴുവൻ പാപത്തിലായിരിക്കുമ്പോൾ God is looking for some spiritual fathers. ദൈവം ചില ആത്മീക പിതാക്കന്മാരെ Now അന്വേഷിക്കുകയാണ്. today can I call this? ഇന്ന് ഞാൻ ചിലവരോട് ഒരു ആഹ്വാനം ചെയ്യട്ടെ. Fathers, whether you believe it or not, പിതാക്കന്മാരെ നിങ്ങൾ വിശ്വസിച്ചാലും there ഇല്ലെങ്കിലും is a spiritual authority in you. നിങ്ങളുടെ മീതെ ഒരു ആത്മീക അധികാരമുണ്ട്. There is a spiritual anointing upon you. നിങ്ങളുടെ മീതെ ഒരു ആത്മീക അഭിഷേകമുണ്ട്. If you take a step today, നിങ്ങൾ ഇന്നൊരു ചുവട് വെക്കുകയാണെങ്കിൽ many chains will be broken. ഒരുപാട് ചങ്ങലകൾ തകർന്നു Many വീഴുവാനിടയാകും. impossibilities will be possible. ഒരുപാട് അസാധ്യങ്ങൾ That സാധ്യമാകുവാനിടയാകും. is the only reason why enemy is attacking your family and silencing most of the men. അതുകൊണ്ടാണ് പിശാച് പലപ്പോഴും പുരുഷന്മാരെ കുടുംബത്തെ അറ്റാക്ക് ചെയ്ത് പുരുഷന്മാരെ മൗനമാക്കുന്നത്. God, enemy knows some of the kids that are rising in a family, they are going to be great. ആമേൻ. ശത്രുവിനെ നന്നായി അറിയാൻ ചില കുടുംബങ്ങളിൽ ഉയർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവർ ശ്രേഷ്ഠകരമായി Some of the മാറുമെന്ന്. kids are blessed one. ആമേൻ. ചില കുഞ്ഞുങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. They are talented. അവർക്ക് നല്ല കഴിവുകളുണ്ട്. They have great calling. അവർക്ക് വലിയ ശ്രേഷ്ഠമേറിയ വിളിയുണ്ട്. But enemy is attacking the dads പക്ഷേ പിശാച് അവരുടെ ഭവനത്തിലെ പിതാക്കന്മാരെ so ഉന്നമിക്കുന്നത്. that they won't groom the younger generation. കാരണം എന്താണോ അടുത്ത തലമുറയെ അവർക്ക് വളർത്തിക്കൊണ്ട് വരുവാൻ പറ്റാതെ വണ്ണമാകണം. So all the ladies of this house, അതുകൊണ്ട് സഹോദരിമാരെ, all the children of this house, എല്ലാ കുഞ്ഞുങ്ങളുമേ, can you pray for your dads? നിങ്ങളുടെ പിതാവിന് വേണ്ടി നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ That in കഴിയുമോ? these days they will have a spiritual encounter. ആമേൻ. ഈ ദിവസങ്ങളിൽ അവർക്കൊരു ആത്മീക ഒരു എൻകൗണ്ടർ Their ഉണ്ടാകണം. eyes will be open. അവരുടെ കാഴ്ചകൾ തുറക്കണം. Because dads are blessings. കാരണം പിതാക്കന്മാർ ഒരു അനുഗ്രഹമാണ്. Fathers are blessing. പിതാക്കന്മാർ ഒരു അനുഗ്രഹമാണ്. Can I ask you all, ആമേൻ. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, fathers who are here, ഇവിടെ ആയിരിക്കുന്ന പിതാക്കന്മാർ, can we take today a responsibility and the spiritual leadership? ആമേൻ, ഒരു ഉത്തരവാദിത്വവും ആത്മീക നേതൃത്വവും ഇന്ന് നമുക്കൊന്ന് ഏറ്റെടുക്കുവാൻ കഴിയുമോ? And for those families who may be missing your dad today here, ആമേൻ. ഇന്ന് നിങ്ങളുടെ പിതാവിനെ മിസ് ചെയ്യുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ I stand with you ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. and I tell you that ഞാൻ നിങ്ങളോട് പറയട്ടെ, you will be under my covering as a spiritual father. ഒരു ആത്മീക പിതാവ് എന്ന നിലയിൽ എന്റെ നേതൃത്വത്തിലായിരിക്കും നിങ്ങൾ. You will be under my covering. ആമേൻ. നിങ്ങൾ തീർച്ചയായിട്ടും But എന്റെ ഒരു I want you സംരക്ഷണത്തിലായിരിക്കും. to pray a prayer. പക്ഷെ നിങ്ങൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. Very soon you will see your dads strong in the Lord. ആമേൻ. നിങ്ങളുടെ പിതാക്കന്മാർ ക്രിസ്തുവിൽ ശക്തരായി നിൽക്കുമെന്ന്. And always remember, എപ്പോഴും ഓർക്കുക, whether we have a physical dad or not, നമുക്ക് ഒരു ഫിസിക്കലായിട്ട് ഒരു പിതാവ് we ഉണ്ടെങ്കിലും have a good father. ഒരു നല്ല പിതാവ് നമുക്ക് He will വേണ്ടിയുണ്ട്. never abandon you. നമ്മളെ ഒരിക്കലും കൈവിടാത്ത ഒരു Never പിതാവ്. abandon you. നമ്മളെ ഒരിക്കലും കൈവിടാത്ത ഒരു പിതാവ്. This God is our God. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. So how many of you are blessed today that because you fathers, let me ask you, are you blessed because you are a dad? ആമേൻ. നിങ്ങൾ ഒരു പിതാവായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിതാക്കന്മാരോട് All the ചോദിക്കട്ടെ. fathers, can I see some hands over here? എത്ര കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി You have a ആമേൻ spiritual പറയൂ. authority. നിങ്ങൾക്ക് ഒരു ആത്മീകമായ You may be അധികാരമുണ്ട്. weak in your body. നിങ്ങൾക്ക് ശാരീരികമായ ബലഹീനത You കാണാം. may be weak in your mental. നിങ്ങളുടെ മാനസികമായ ഒരു ബലഹീനത കാണാം. But your spiritual authority is powerful. പക്ഷേ നിങ്ങളുടെ ആത്മീക അധികാരം I want you ശക്തമേറിയതാണ്. to rise up today. ആമേൻ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ നിങ്ങൾക്ക് And all the കഴിയുമോ? families along with them. First, Amen. let the fathers rise up, please. ആമേൻ. All ആദ്യമായി the fathers in the house, would you please rise up? ഭവനത്തിൽ ഇവിടെയുള്ള എല്ലാ പിതാക്കന്മാരും ഒന്ന് എഴുന്നേറ്റ് And all the നിൽക്കാമോ? families, I want you to please lay your hands towards them. ആമേൻ. അടുത്തുള്ള കുടുംബ ജീവിതങ്ങളെല്ലാം കരങ്ങൾ നീട്ടുവോ Come on, തൊടുവോ all the ചെയ്ത് kids and families and wives, would you please lay your hands over there? നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളുടെ പിതാവിന് വേണ്ടി കരങ്ങളെ നീട്ടി ഒന്ന് Can you pray a word of prayer? ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? Make my husband, make my dad a blessing. എന്റെ ഭർത്താവിനെ എന്റെ പിതാവിനെ ഒരു അനുഗ്രഹമാക്കി Let മാറ്റണമേ. them activate the spiritual activities. ആമേൻ. അവരുടെ ആത്മീകമായ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ. Husbands, can you just trust this word of God? ആമേൻ. ഈ ഒരു വചനം ഭർത്താക്കന്മാരൊന്ന് Would you ഏറ്റെടുക്കുവാൻ open your കഴിയുമോ? mouth? Would you open your mouth? നിങ്ങൾ അതിരങ്ങളെ തുറന്നുകൊണ്ട് Come on, would you
open your mouth? അതരങ്ങളെ തുറന്ന് ഏറ്റെടുക്കാൻ All the കഴിയുമോ? future husbands, can you open your mouth? ആമേൻ. ഫ്യൂച്ചർ ഭർത്താക്കന്മാർ നിങ്ങളും Future fathers, can you open your mouth? ആമേൻ. ഫ്യൂച്ചർ പിതാക്കന്മാർ There is an authority inside you. നിങ്ങളുടെ ഉള്ളിൽ ഒരു അധികാരമുണ്ട്. Speak some good things upon your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നല്ല കാര്യങ്ങൾ വിളിച്ചു പറയുക. Say, I am thankful I am the dad of Sophia for me. ആമേൻ. എന്റെ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയുള്ളവനാണ്. I am a dad of Samson. ആമേൻ. ഞാൻ എന്റെ ഭവനത്തിലുള്ള സാംസന് വേണ്ടി. I am a dad of Stalin. ആമേൻ. ഞാൻ സ്റ്റാലിന്റെ പിതാവ്. And I am blessed. ഞാൻ Can അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. you lift your voice? ആമേൻ. അതുപോലെ Speak ശബ്ദമുയർത്തി about your children. Come on. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് വിളിച്ച്. Because you are activating your fatherhood. കാരണം നിങ്ങളുടെ പിതൃത്വം നിങ്ങൾ A ആക്ടിവേറ്റ് spiritual ചെയ്യണം. fatherhood. നിങ്ങൾ ആത്മീയ പിതാവാണ്. Come on, say a word about your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് ഉദ്ധരിച്ച് Come on, പ്രാർത്ഥിക്കുക. say a word about your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് Say, ഉദ്ധരിച്ച് I am പ്രാർത്ഥിക്കുക. blessed. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. I am blessed. I am blessed. I am blessed. ഞാൻ Come on, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. everybody, would you please lift up your voice? ആമേൻ. എല്ലാവരും I want this ശബ്ദമുയർത്തി. place to be caught up in the praise. ആമേൻ. ഇവിടെ ഇരിക്കുന്ന സകലരും ശബ്ദമുയർത്തി ദൈവത്തോട് I am പറയുക. blessed. ഞാൻ I അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. am blessed because God has given me children. ആമേൻ. ദൈവം കുഞ്ഞുങ്ങളെ തന്നതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. Future fathers, you can say, I am blessed because I am going to be a father. ആമേൻ. വരും കാല പിതാക്കന്മാർ പറ, I am blessed. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുന്നതിനോർത്തുകൊണ്ട്. Amen. God's blessings rest upon you. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മീതെയുണ്ട്. Come on, let's bind every power of darkness. എല്ലാ അന്ധകാര ശക്തിയെ Everybody, would you lift your hands? എല്ലാ കരങ്ങളും And സ്വർഗ്ഗത്തിലേക്ക് let's ഉയർത്തി. we can worship the Lord. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച്. Come on, let's worship the name of the Lord. ദൈവത്തെ ആരാധിച്ച്. Speak in the name of Jesus. യേശുവിൻ നാമത്തിൽ The sick will be healed. ആ രോഗം സൗഖ്യമാകും. Your child who is sick, നിങ്ങളുടെ രോഗത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ he will be healed. സൗഖ്യമാകും. She will be healed. അവൻ സൗഖ്യമാകും. Come on, your family will be blessed. നിങ്ങളുടെ കുടുംബജീവിതം Your അനുഗ്രഹിക്കപ്പെടും. wife will be fruitful. നിങ്ങളുടെ ഭാര്യ ഫലപ്രദമാകും. Come on, fathers, bless the name of the Lord. അവൻ എല്ലാ ഭർത്താക്കന്മാരെയും Shall we all rise up? Shall we all rise up? ആയിരിക്കുന്നിടങ്ങൾ നമുക്ക് And എല്ലാവർക്കും let's എഴുന്നേൽക്കാം. worship the name of the Lord. ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം.